നമുക്ക് അടുത്ത അവാർഡ് നൽകുന്നതിനായിട്ട് നമ്മുടെ വൈദ്യരത്നം ഔഷധശാലയുടെ മാർക്കറ്റിംഗ് ഹെഡ് മിസ്റ്റർ ജോസ് താലപ്പനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ജോസ്, മേ ഐ റിക്വസ്റ്റ് യുവർ പ്രസൻസ്. നമുക്ക് നൽകുന്ന കണ്ടിന്യൂഡ് സപ്പോർട്ടിന്, നമ്മളോടൊപ്പം ഈ യാത്രയിൽ പങ്കെടുക്കുന്നതിനൊക്കെ നമ്മുടെ ഒരു സ്നേഹോപഹാരം. This time it's for the emerging popular motivator. ലൈഫ് കൊണ്ട് തന്നെ ചിലർ എക്സാമ്പിൾ ആവുമല്ലോ. ചില ഇടത്തോട്ടൊക്കെ പോയി, ചില സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫ് കൊണ്ട് തന്നെ കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ എമർജിംഗ് മോട്ടിവേറ്റർ. And the name is Dr. Nisha Raphael. Video please. ഹൃദ്യമായ ജീവിത പാഠങ്ങളും മനോഹരമായ അനുഭവങ്ങളുമായി സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയായ അധ്യാപിക. സമൂഹ മാധ്യമങ്ങളിൽ മോഹൻലാലിനെ അനുകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന വീഡിയോകളിലൂടെ ശ്രദ്ധേയയായ തൃശൂർ സ്വദേശിനി. അധ്യാപന ശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായുള്ള ശ്രമങ്ങൾക്ക് അന്ന് ടീച്ചർക്ക് കിട്ടിയത് യൂത്തിന്റെ കയ്യടി. തന്റെ ജീവിത നേർസാക്ഷ്യങ്ങളുമായി ടീച്ചർ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയും ടീച്ചറോടൊപ്പം കൂടി. തോൽക്കാൻ തയ്യാറല്ലാത്തൊരു മനസ്സുണ്ടെങ്കിൽ വിജയം നിങ്ങളുടെ കൈപ്പിടിയിലാക്കാമെന്ന സ്വന്തം വാക്കുകൾ സ്വജീവിതം കൊണ്ട് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന പെൺകരുത്ത്. ബെസ്റ്റ് മോട്ടിവേഷണൽ സ്പീക്കർ എമർജിംഗ് 2025 ഡോക്ടർ നിഷ റാഫേൽ. Ladies and gentlemen, put your hands together for the best emerging motivator, Dr. Nisha Raphael. Congratulations with the award. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിലുയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ. ഒരുപാട് സന്തോഷം. ഇതുവരെ എത്തിച്ചേരാനായിട്ട് ഒരുപാട് കടമ്പകൾ കടന്നുപോയിട്ടുണ്ട്. പെൺകരുത്ത് എന്ന് മിഥുൻ കുറച്ച് നേരത്തെ പറഞ്ഞു. അത് വെറും ഒരു വാക്കായിട്ടാണ് മിഥുൻ പറഞ്ഞതെങ്കിലും ആ ജേണി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുപാട് കഠിനം തന്നെയായിരുന്നു. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവും. എൻ്റെ 2 മക്കൾ കൂടി എൻ്റെ അപ്പുറത്തുണ്ടെങ്കിൽ അപ്പൂസിനെയും കുട്ടൂസിനെയും വേദിയിലേക്ക് വിളിക്കൂ. അപ്പൂസ്, കുട്ടൂസ് ഒന്ന് സ്റ്റേജിലേക്ക് വരൂ. ഞാനിവിടെ ഒരു ഹാപ്പിനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. നമ്മളിടം എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. പരമാവധി എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. അതിൽ ഞാൻ എപ്പോഴും പാടുന്ന 2 വരിയാണ്. പാട്ടിന്റെ മഹിമയൊന്നും നോക്കരുത്, പാട്ടിന്റെ അർത്ഥം മാത്രം എടുത്താൽ മതി. പുല്ലാഞ്ഞികൾ പൂത്തുലഞ്ഞിടും മേച്ചിൽ പുറം തന്നിലും ആകാശക്കൂടാരക്കീഴിലെ ആശാമരച്ചോട്ടിലും ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ ഈ ഗാനമില്ലാതെ ആകും വരെ കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിടുന്നിടും ഇടയന്റെ മനമാകുമീ പുല്ലാങ്കുഴൽ നാദമാ. ആ പാട്ടിന് ഒരുപാട് അർത്ഥമുണ്ട്. ആ ഒരു പുല്ലാങ്കുഴലിന്റെ സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശ്രുതി മധുരമാണ്. പക്ഷെ ആ ശ്വേത ചേച്ചിയൊക്കെ പുല്ലാങ്കുഴലിൽ പിടിച്ചു നിൽക്കുന്ന മറ്റേ ചെമ്പകപ്പൂങ്കാട്ടിൽ അതിലില്ലേ പുല്ലാങ്കുഴൽ പിടിച്ചു നിൽക്കുന്ന സീക്വൻസ് ഇല്ലേ? പുല്ലാങ്കുഴല് ഉണ്ടാക്കുന്നത് എത്രമാത്രം ഹാർഡ്ഷിപ്സിലൂടെ കടന്നു പോയിട്ടാണ്. കാരണം അതിലൊരു മുരളീനാദം വരുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും ശ്രുതി മധുരമാണ്. പക്ഷെ അത് എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടാണ് അത് എത്തിച്ചേരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം. തീർച്ചയായും വലിയൊരു കൈയടി എല്ലാവരും ചേർന്ന്. ഈ അവാർഡുമായി 2 മക്കളെയും സൈഡിൽ നിർത്തി നേരെ അവിടെ പോയെന്ന് പോസ് ചെയ്യാം. ഓക്കെ, നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിലുയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാരട്ടെ.